ഹൈക്കോടതി ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിൽ സിനിമാ പ്രവർത്തകരിൽ നിന്ന് വൻതോതിൽ കോഴ വാങ്ങിയ അഭിഭാഷകനെതിരെ ഗുരുതരമായ കണ്ടെത്തൽ വന്നിരിക്കുന്നു. 3 ജഡ്ജിമാരുടെ പേരിൽ അഭിഭാഷകൻ വൻതോതിൽ പണം കൈപ്പറ്റിയെന്നാണ് ഹൈക്കോടതി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നു. അശ്വതി, ഗുരുതരമായ വിവരങ്ങളും കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? കമലേഷ്, ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ സിനിമാ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ജഡ്ജിയുടെ പേരിൽ മാത്രം 50 ലക്ഷം രൂപയാണ് ഇയാൾ വാങ്ങിയത്. മറ്റു ജഡ്ജിമാരുടെ പേരിൽ 25 ലക്ഷവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വീതവുമാണ് വാങ്ങിയിട്ടുള്ളത്. തെളിവുകൾ സഹിതം അഭിഭാഷകരാണ് ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി വിജിലൻസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസായി മാറുകയാണ്. അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വിജിലൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഭാഷകർക്ക് അപ്പുറം വലിയ ബന്ധമാണ് ആരോപണ വിധേയനുള്ളത്. അതായത് ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത്. സിനിമാ നിർമ്മാതാവിന് പുറമെ നിരവധി കക്ഷികളിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇപ്പോൾ അഭിഭാഷകനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് അന്വേഷണം നടത്താനാണ് DGP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാക്ഷികളിൽ നിന്നും കമ്മീഷണർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിഭാഷകനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷണറുടെ അന്വേഷണത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും തെളിവുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പഴുതടച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പേരിലേക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നീങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി കൂടുതൽ അന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക. കമലേഷ്. അശ്വതി, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതായത് ഇത്രയും വലിയ ഒരു തുക അഭിഭാഷകന് നൽകണമെങ്കിൽ അത് ഏത് കേസ്, നിർമ്മാതാവുമായി ബന്ധപ്പെട്ട ഏത് കേസിന്റെ ആവശ്യത്തിനാണ് ഇത്തരത്തിൽ തുക നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? കമലേഷ്, അത് സ്ഥിരീകരണമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. സ്ഥിരീകരണമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിർമ്മാതാവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരം, അതായത് ഈ കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വിശദമായി അറിയാൻ സാധിക്കും. കമലേഷ്. വ്യക്തമാണ് അശ്വതി. ജഡ്ജിന് നൽകാൻ എന്ന പേരിൽ സിനിമാ നിർമ്മാതാവിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയ അഭിഭാഷകനെതിരെ ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. 3 ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിലാണ് സിനിമാ നിർമ്മാതാവിൽ നിന്നും ലക്ഷങ്ങൾ ഒരു അഭിഭാഷകൻ വാങ്ങിയതെന്ന് ഹൈക്കോടതി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾക്കെതിരായ നിയമ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ AT അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത്.